അപ്പോൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കുറേ ക്ലാരിറ്റി കിട്ടാനുണ്ട്, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, കുറേ ഡൗട്ട്സ് ഉണ്ട്, നല്ല മനസ്സിലായി. അപ്പോൾ ഞാൻ ആരെയും മിസ്ലീഡ് ചെയ്യാൻ വിചാരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ വിസനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെയൊരു വിസ ഉള്ളതുപോലെ എനിക്കറിയില്ലായിരുന്നു. സിസ്റ്റർ ഇൻ ലോയാണ് ഈ ഒരു വിസേനെ പറ്റി പറഞ്ഞത്. ഇപ്പം വിസേനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ കറക്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എന്തൊക്കെ കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും ഗൂഗിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഈ സിസ്റ്റർ ഇൻ ലോ പറഞ്ഞു ഇങ്ങനെയൊരു വിസ ഉണ്ട്, ഓൾറെഡി കുറേ പൈസ പോയി, അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. എൻ്റെ മെസ്സേജ് അയച്ച് കുറേ പേര് ചോദിച്ചത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ ഏത് ഏജൻറ്റ് വഴിയാണ് പോയത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് തരുമോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഏജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് എന്തായാലും നിങ്ങൾക്ക് കുറേ മെസ്സേജും കാര്യങ്ങളും കാണാൻ പറ്റും, കുറേ ബ്രോഷേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ വിസ ഉണ്ട്, ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 2000 രൂപ അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആണ് 2000 രൂപ. അതല്ല ഏതെങ്കിലും ഏജൻറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ് ടു ദം അവരൊരു പൈസ എമൗണ്ട് ചാർജ് ചെയ്യും. ഞാൻ 2-3 പേരെ ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്തു. ആ സമയത്ത് എനിക്കൊരു ഡൽഹി നോർത്തിലുള്ളൊരു ഏജൻ്റാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. മൂപ്പരാണ് എനിക്ക് ചെയ്തു തന്നത്. അന്ന് എന്നോട് 7000 രൂപയാണ് മേടിച്ചത് ഈ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 7000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം 1 മാസത്തിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു, ഞാൻ സെലക്ട് ആയി എന്ന് പറഞ്ഞു മെയിൽ വന്നു. മെയിൽ വന്നതിന് ശേഷം അതേ ചേട്ടൻ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇനി എക്സാം എഴുതാനുണ്ട് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതണം പ്രോപ്പർ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെക്കുകയാണെങ്കിൽ ഇത്ര പോയിൻറ്റ്സ് എന്നൊക്കെ ഉണ്ടാവും. ഇത് അത്രയും പോയിൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മറന്നുപോയി, പക്ഷെ ചെറിയൊരു പോയിൻ്റ് മതി, എല്ലാവർക്കും എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, PT എക്സാം വേണം, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് വേണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം പക്ക കറക്റ്റായിരിക്കണം. പ്ലസ് ഒരു 1 lakh റുപ്പീസിൻ്റെ അടുത്താണ് അന്ന് ഞാൻ ഷോമണി കാണിച്ചത്. അത് കൂടാണ്ട് മെഡിക്കലും പിന്നെ ഒരു പോലീസ് ക്ലിയറൻസും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടത്. അങ്ങനെ ഞാൻ എക്സാം എഴുതണം എന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് മെയിൽ വന്നതിന് ശേഷം 2 ആഴ്ച നമുക്ക് ടൈമുള്ള, 2-3 ആഴ്ചൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എക്സാമിന് ബുക്ക് ചെയ്തു, എക്സാം പോയി എഴുതി. ആ ടൈമിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് പ്രോസസ്സിന്, ഇപ്പോൾ ഫസ്റ്റ് സെലക്റ്റായി, നെക്സ്റ്റ് പ്രോസസ്സിന് എന്തൊക്കെയാണ് നമുക്ക്, ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് വിസയ്ക്ക് വേണ്ടി വെക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് തരണം എന്നുണ്ടെങ്കിൽ 50,000 രൂപ വേണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതായത് രണ്ടാമത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 50,000 രൂപ അത് ആ സമയത്ത് എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ എക്സാം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പേടി ഉണ്ടായിരുന്നു. അവർ എക്സാം എഴുതുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവരെന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് എക്സാം എന്തായാലും കിട്ടും, നീ ക്യാഷ് അടക്കി, ഞാൻ അടുത്ത ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി വെക്കുന്നതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പക്ക കറക്റ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിലൊരു പേടിയില്ലായിരുന്നു. എനിക്ക് ഈ എക്സാം എന്നുള്ള അതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളല്ലോ. അപ്പോൾ അവരെന്നെ ഡെയിലി നീ ഫീ അടക്കി എക്സാം അതിൻ്റെ എഴുതിയിട്ട് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നോട് ഫീസ് അടയ്ക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫീസ് അടയ്ക്കുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് പിന്നെയും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നത്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ തരാൻ വേണ്ടിയിട്ടായിരുന്നു മൂപ്പർ എന്നോട് 50,000 രൂപ ചോദിച്ചുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽ ഇതേപോലെ എൻ്റെ സിസ്റ്റർ ഇൻ ലോന് അയച്ചു കൊടുത്ത സമയത്ത് അവൾ പറഞ്ഞു ഇതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ 2000 രൂപ അഡ്മിഷൻ ഫീ, ഫസ്റ്റ് ഫീസിന് പുറമേ ഒരു 38,000-39,000 രൂപേൻ്റെ അടുത്ത് വേറൊരു എമൗണ്ടും കൂടെ അടയ്ക്കണം. നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ മൊത്തം
ലൈക്ക് എക്സാം, നമ്മളെ ഷോമണി, നമ്മളെ മെഡിക്കൽ, പിന്നെ പോലീസ് ക്ലിയറൻസ്, നമ്മളെ ഡീറ്റെയിൽസ്, മൊത്തം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 38,000 രൂപ കൂടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഏജൻസി ത്രൂ അല്ല പിന്നെ അപ്ലൈ ചെയ്തത്. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് എനിക്ക് അപ്ലൈ ചെയ്ത് തന്നത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാൻ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. മൊത്തം 3 മാസത്തിനുള്ളിലാണ് പ്രോസസ്സ് മൊത്തം നടന്നത്. 3 മാസം ആയിട്ടുള്ളൂ. എന്നിരുന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആക്ച്വലി ഇങ്ങോട്ട് എത്തിയിട്ടേ നമ്മളിവിടെ എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം കുറേ നമ്മൾ കേൾക്കുന്നതാണ് എയർപോർട്ടിൽ നിന്ന് പിന്നെയും തിരിച്ചയച്ചു, അല്ലെങ്കിൽ കൺട്രിയിലെത്തി കാല് കുത്താൻ പറ്റിയില്ല, പിന്നെയും ഡീപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്താന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ എത്തിയതിൻ്റെ ശേഷം മാത്രമേ ഇവിടെ എത്തിയൊരു സത്യം പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ എത്തി എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്കും കൂടെ വന്നിട്ടുള്ളൂ. കാരണം ഞാൻ ഇവിടെ വന്നിട്ടും ഞാൻ ഈ ഒരു വിസയിലാണ് വന്നതെന്ന് സംസാരിക്കുമ്പോൾ കുറേ പേർക്ക് ഈ വിസേനെ പറ്റി, ഇവിടെയുള്ള കുറേ ആളുകൾക്കും ഈ വിസേനെ പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഈ 1,50,000 എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ സെക്കൻഡ് രജിസ്ട്രേഷൻ്റെ എമൗണ്ട്, എൻ്റെ ടിക്കറ്റ് എടുത്തതിൻ്റെ എമൗണ്ട്, പ്ലസ് എക്സാം എഴുതാനൊരു 18,000 രൂപ എക്സാം എഴുതാനാവും, ആ എമൗണ്ട്, അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. ഞാൻ പിന്നെ ഓവർ പർച്ചേസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടുത്തെ വെതറിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഷോമണി നമുക്ക് വേണമെങ്കിൽ വിസ കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷേ ആ ഒരു എമൗണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ടായിരിക്കും. നിങ്ങളവിടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളിവിടെ വന്ന് നമുക്ക് താമസിക്കാനും ഫുഡ്, പിന്നെ ജോലി കണ്ടെത്തുന്നവരെ ഒരു പീരീഡൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതുവരെ നമുക്ക് ജീവിക്കാനുള്ളൊരു എമൗണ്ട് എന്തായാലും നമ്മളെ കയ്യിൽ വേണം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 months ഞാൻ അവിടെ തന്നെയായിരുന്നു. എനിക്കൊരു ജോലി കിട്ടുന്നവരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ വേറൊരാൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കാര്യം. കാരണം ഇവിടെ വന്നാൽ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലെ എമൗണ്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ജോബ് കിട്ടാണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് നമ്മളെ അഫോർഡ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ എന്തായാലും ഒരു മിനിമം നിങ്ങളുടെ ചിലവനുസരിച്ച് ഒരു 2 lakh എങ്കിലും മിനിമം കൈ പിടിക്കുന്നതാണ് നല്ലത്. ഒന്ന് പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.